ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ന്യൂസ് പേപ്പർ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഒരു ക്രിസ്മസ് ബേസ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു ന്യൂസ് പേപ്പർ എടുത്ത് നാലായിട്ട് മടക്കി അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും അതൊന്ന് മടക്കിയെടുത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ചേർത്ത് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പീസ് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ 1 ബൈ 1 ആയിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ഞാൻ ആദ്യം 1 ബൈ 1 ആയിട്ടാണ് കട്ട് ചെയ്ത് നോക്കിയത്. അത് പാടായതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്തത്. ശേഷം ഈ കട്ട് ചെയ്തതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ സിക്സാക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനിടയ്ക്ക് കറണ്ട് പോയി, അതുകൊണ്ടാണ് ഇരുട്ടായിട്ടിരിക്കുന്നത്. സോ എല്ലാ പേപ്പറും ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പേപ്പർ പശയാണ് ഉപയോഗിക്കുന്നത്. പേപ്പർ പശ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ശേഷം നമ്മളിതിൻ്റെ ബാലൻസ് ഇരിക്കുന്ന ഓരോരോ പേപ്പറായിട്ട് ഇതേപോലെ ഒന്ന് അറ്റത്തറ്റത്ത് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. വണ്ടിയുടെ ശബ്ദമുണ്ട് നല്ലോണം. എല്ലാ തവണയും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ വണ്ടി വന്ന് ശല്യപ്പെടുത്താറുണ്ട്. മുഴുവൻ പീസ് ഒട്ടിച്ച് ചേർത്ത് കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് വിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് വരും. ഇതെനിക്ക് മുഴുവനായിട്ടും കാണിക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ ട്രൈപോഡ് ചെറുതാണ്. ഒരു ചെറിയ ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. എന്തായാലും നമ്മളിതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് പശയൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഭാഗത്ത് പ്രത്യേകിച്ച് പിടുത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴയൊരു നോട്ട് ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. എന്തായാലും ഇതാണ് മെയിൻ പീസ്. ഇതിൻ്റെ 2 സൈഡിലാണ് ബാക്കിയുള്ള പീസസ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നാളത്തെ വീഡിയോയിലായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും.